ഹായ് ഓൾ, എൻ്റെ പേര് മുബീന. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഇയർ BBA നെക്സ്റ്റ് ലെവല് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഫസ്റ്റ് ഇയർ എക്സാമുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ഇനി സെക്കൻഡ് ഇയറിലോട്ട് ജോയിൻ ആകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഇയർ നമുക്ക് പോവേണ്ടത്, നെക്സ്റ്റ് ലെവൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുണ്ട്. റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലേൺ വൈസിലെ സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ നേരത്തെ ലിങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 2 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു നമ്മുടെ റീ രജിസ്ട്രേഷന്റെ. ഇനിയിപ്പോ വിത്തൗട്ട് ലേറ്റ് ഫീ നമുക്ക് ജനുവരി 31 വരെ സമയമുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഇയറിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇഗ്നോ സമർത്ഥിൽ അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്, പോർട്ടൽ ഓപ്പൺ ആണ്. നമുക്ക് ഇഗ്നോ സമർത്ഥിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയിൻ ആയിട്ടും നിങ്ങളുടെ ഇഗ്നോ ഒഫീഷ്യൽ സൈറ്റിൽ ഒന്ന് രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കുക. അതിനകത്ത് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ പാസ്വേഡ് ഇനി മറന്നു പോയിട്ടുണ്ട് എങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പോർട്ടിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യാം. നമുക്ക് BBA, പിന്നെ നമ്മുടെ ഇയർ. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ രജിസ്ട്രേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഇയറും തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫീസും തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷന്റെ ഒരു ഷീറ്റ് കിട്ടും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും പ്രോസസ്സാണ് നമുക്ക് മെയിൻ ആയിട്ടും റീ രജിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. ഇത്രയും നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ എന്ന് പറയുന്നത് 918714624237 എന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ലേൺ വൈസിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു നമ്പർ നമ്മൾ നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ലേൺ വൈസിൽ ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിനെ, നിങ്ങൾ വിത്ത് മെന്റർഷിപ്പോട് പഠിക്കുന്ന ഒരു ലേണർ ആണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി അല്ല, നിങ്ങൾ വിത്തൗട്ട് മെന്റർഷിപ്പിൽ പഠിക്കുന്ന ഒരു ലേണർ ആണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്? ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ കോഴ്സ് വർക്ക്? സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് നന്നായിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ ഒരു പ്ലാനിങ്ങോട് കൂടി പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലേ. നമ്മൾ പെട്ടെന്ന് ഒരു ഹർബറി ആയിട്ട് നമ്മൾ ലാസ്റ്റ് വെച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മൾ ലേൺ വൈസിന്റെ എക്കോ സിസ്റ്റം, നമുക്കൊരു എക്കോ സിസ്റ്റം ഉണ്ട്. ലേൺ വൈസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയാം നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്, അതുപോലെ തന്നെ നമുക്ക് PYQ അനാലിസിസ് തുടങ്ങിയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലേൺ വൈസിന്റെ ഒരു എക്കോ സിസ്റ്റം വരുന്നത്? അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, റഫറേ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ടിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അവർ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ് വരുന്നുണ്ട്. ഇത് കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ എക്സാമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ലേൺ വൈസിലൂടെ പഠിച്ച് നിങ്ങൾ എക്സാം എഴുതിയ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ അത് ബാധിച്ചിട്ടുള്ളത്, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തിനാണ് നമ്മളിപ്പോ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ളത്? ഇപ്പൊ നമ്മൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഫൗണ്ടേഷൻ കൺസെപ്റ്റ് നമ്മളിപ്പോ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പൊ അറിയാം, നമ്മളൊരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനായിട്ടുണ്ട്.
പിന്നെ ഇനി സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവുക തേർഡ് ഇയറിലായിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സെക്കൻഡ് ഇയർ ആണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സെമസ്റ്റർ അല്ലെങ്കിൽ ഇയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കൺസെപ്റ്റും നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇയറിലാണ് നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ കോമ്പിറ്റൻസി അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഇയർ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിൻ ആയിട്ടും 8 പേപ്പേഴ്സ് ആണ് നമുക്ക് BBA സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, രണ്ടാമത്തത് മൈക്രോ എക്കണോമിക്സ്, മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ്, ഇ കൊമേഴ്സ്, ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്, ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ബിസിനസ് റിസർച്ച്. ഇങ്ങനെ 8 പേപ്പേഴ്സ് ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിച്ചെടുക്കാനായിട്ട് ഉള്ളത്. അതിൽ ആദ്യം പറയുന്ന 4 പേപ്പേഴ്സ് തേർഡ് സെമസ്റ്ററും പിന്നെ പറയുന്ന 4 പേപ്പേഴ്സ് നമുക്ക് ഫോർത്ത് സെമ്മിലും പഠിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയാണ് 4 പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഓരോന്നിന്റെയും ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഈ എല്ലാ കോഴ്സിന്റെയും നേരെ നമ്മൾ ഫുള്ളി അവൈലബിൾ എന്ന് കാണിച്ചിട്ടുള്ളത്. ലേൺ വൈസിൽ ഓൾറെഡി നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണെന്നാണ് ഇത് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സ് കോഡ് അതൊക്കെ നമുക്ക് നോക്കാം. BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്. അതിൻ്റെതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും മെറ്റീരിയൽസ് നമുക്ക് ഫുള്ളി ഇപ്പോഴേ അവൈലബിൾ ആണ് നമ്മൾ ആപ്പിനകത്ത്. അത് 6 ക്രെഡിറ്റ് പേപ്പറാണ്. ക്രെഡിറ്റ് നമുക്ക് അറിയാലോ, 1 ക്രെഡിറ്റ് ഇസ് ഇക്വൽ ടു 30 hours ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ എത്ര മണിക്കൂർ നമ്മളത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഓരോ പേപ്പറും നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് നോക്കിക്കൊണ്ട് തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് BCOG 171 ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. അതും 6 ക്രെഡിറ്റ് പേപ്പറാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് BRL 106 മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, 4 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് BCOS 184 ഇ കൊമേഴ്സ്. ഇതും തന്നെ 4 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. നെക്സ്റ്റ് BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇത് 6 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. നെക്സ്റ്റ് BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്, 6 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. നെക്സ്റ്റ് ബിസിനസ് എൻവയോൺമെന്റ് BCO 13 4 ക്രെഡിറ്റിന്റെ പേപ്പറാണ് വരുന്നത്. ഇത് ലാസ്റ്റ് വൺ BMP 001 ബിസിനസ് റിസർച്ച്. ഇത് 4 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 8 പേപ്പേഴ്സിന്റെയും മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോഴേ ഫുള്ളി അവൈലബിൾ ആണ് നമ്മളെ കയ്യിൽ കേട്ടോ. നമുക്കിനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ സബ്ജക്റ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് ഓവർവ്യൂ ആയിട്ട് നമുക്ക് നോക്കാം. BCOE 141 ഫസ്റ്റത്തെ സബ്ജക്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാലേ മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. നമുക്ക് നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ. ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് അതിന് കുറച്ച് കൺസെപ്റ്റുകൾ, മാർക്കറ്റിംഗിന്റെ കുറച്ച് കൺസെപ്റ്റുകൾ നേരത്തെ ഇപ്പൊ +1 +2 ലെവലിലൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ
ഒന്നും കൂടി ഡീപ്പായിട്ട് നമ്മളവിടെ പറയുന്നേ ഉള്ളൂ, കൺസെപ്റ്റ് പറയുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് വരുന്നത്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഏതൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ പ്രൊമോഷൻ സ്ട്രാറ്റജി എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ മെയിൻ ആയിട്ടും പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് BCOG 171 ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഈ ഒരു പേപ്പർ വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടും പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. എല്ലാത്തിനകത്തും പറയുന്നത് പോലെ തന്നെ എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ളത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിമാൻഡ് തിയറി എന്താണ്, അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ പ്രൊഡക്ഷന്റെ തിയറീസ്, കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ആ പ്രൈസിങ്ങിന്റെ തിയറീസ് ഏതൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഇത്രയാണ് ഈ ഒരു പേപ്പറിനകത്ത് നമുക്ക് നോക്കാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് BRL 106, മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഓവർവ്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാൻ പവർ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ ജോബ് അനാലിസിസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം, സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്, അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ എങ്ങനെയാണ്, പെർഫോമൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ റിവാർഡ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എംപ്ലോയി ഗ്രീവൻസ് ആൻഡ് റിട്ടൻഷൻ സ്ട്രാറ്റജീസും കാര്യങ്ങളും, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് BCOS 184 ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സിന്റെ ഈ പേപ്പറിനകത്ത് എന്താണ് ഇ കൊമേഴ്സ്, ഇത് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു പേപ്പറായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാം ഇ കൊമേഴ്സ് ആണ് അല്ലെ, നമ്മൾ റിയൽ ലൈഫിൽ ഇ കൊമേഴ്സ് ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. കൊറോണ സീസൺ വന്നത് മുതൽ കംപ്ലീറ്റ് എല്ലാവരും ഇ കൊമേഴ്സിലോട്ട് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് നമ്മുടെ ഇ കൊമേഴ്സിന്റെ ഈ പേപ്പർ എന്ന് പറയുന്നത്. എന്താണ് ഇ കൊമേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പേയ്മെന്റ് സിസ്റ്റംസ് ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് പഠിക്കുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാമെന്നും എങ്ങനെ അത് ഹോസ്റ്റ് ചെയ്യാമെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈബർ സെക്യൂരിറ്റി, അതിന്റെ ആക്റ്റും കാര്യങ്ങളും, IT ആക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഓൺലൈൻ പോർട്ടൽസ് ഏതൊക്കെയാണ് വരുന്നത്, ഒരുപാട് ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട് അല്ലെ, അത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് ഇ കൊമേഴ്സ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആ ഒരു ഇത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേപ്പറാണ്. ഇതിനകത്ത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എങ്ങനെയാണ് നമുക്ക് ഫിനാൻസ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫിനാൻസിങ് ഡിസിഷൻ, ഈ ഡിവിഡൻഡ് ഡിസിഷൻസ്, ഇങ്ങനെ മെയിൻ ആയിട്ട് 3 ഡിസിഷന്റെ ബേസിലാണ് ഈ ഒരു പേപ്പർ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ടാവുക. അറ്റ് ലാസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്, ഇത്രയാണ് മെയിൻ ആയിട്ടും ഈ ഒരു പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് BCO 13 ആണ്, ബിസിനസ് എൻവയോൺമെന്റ് ആണ് പേപ്പറിന്റെ പേര്. പിന്നെ അതിനകത്ത് ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, ഇപ്പൊ ബിസിനസിന്റെ നമുക്കറിയാം ഒരു എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കണോമിക് പോളിസി ആൻഡ് ഫ്രെയിംവർക്ക്, ഏതൊക്കെയാണ് ഇക്കണോമിക് പോളിസീസ് വരുന്നത്, ഏതൊക്കെ ഫ്രെയിംവർക്കുകളാണ് ഒരു ബിസിനസിന്റെ എൻവയോൺമെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് ഗവൺമെന്റ്, അതുപോലെ എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് ഇക്കണോമിക് റിഫോംസ്, ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് BMP 001 ബിസിനസ് റിസർച്ച്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് ബിസിനസ് റിസർച്ചിന്റെ പേപ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ എങ്ങനെ റിസർച്ച് നടത്താൻ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റിസർച്ച്, അതുപോലെ തന്നെ റിസർച്ച് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ ഏതൊക്കെ മെത്തേഡ്സുകളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക, അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ റിസർച്ച് മെത്തേഡ്സ്, അത് ലാസ്റ്റ് എത്തിക്സ് ഇൻ റിസർച്ച്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരുപാട് എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എന്തൊക്കെയാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടും ഇത്രയൊക്കെ പേപ്പേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ
ബാക്ക്വേർഡ് പ്ലാനിങ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ. നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏകദേശം ഈ കാര്യങ്ങളെല്ലാം നല്ല ബോധ്യമുള്ള ആൾക്കാരുമാണ് അല്ലെ. നമ്മളിപ്പോ സെക്കൻഡ് ഇയറിനാണല്ലോ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു, നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോ എങ്ങനെയാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതി കംപ്ലീറ്റ് ചെയ്തതെന്നും എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ടുള്ളതെന്നും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ഇനി വരുന്ന എക്സാമും അസൈൻമെന്റ് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഇപ്പൊ പറ്റുന്നുണ്ടാവും. കാരണം ചില ആൾക്കാർ അസൈൻമെന്റ് നന്നായിട്ട് സമയം എടുത്ത് എഴുതിയിട്ടുണ്ടാവും, ചില ആൾക്കാർ ഹറിബറി ആയിട്ട് പെട്ടെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇപ്പോഴേ നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ എക്സാമിന്റെ കാര്യം, ചില ആൾക്കാർ സ്റ്റാർട്ടിങ് മുതൽ നന്നായിട്ട് പഠിച്ചു വന്ന് എഴുതിയ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ആ എക്സാമിന്റെ തൊട്ട് മുമ്പ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു പോയി എഴുതിയ ആൾക്കാരുണ്ട്. അപ്പൊ എഴുതി കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഒന്നും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് നോക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്രയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരുന്നല്ലോ, ഇത് നന്നായിട്ട് നമ്മൾ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്യുമായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ലേണേഴ്സ് ഒക്കെ ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, സെക്കൻഡ് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഇപ്പോഴേ നിങ്ങളൊരു പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം, എപ്പം നമ്മൾ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യണം, അത് ഒരു അസൈൻമെന്റ് നമുക്ക് എത്ര സമയം എടുക്കേണ്ടി വരും, എന്ന് നമ്മൾ അത് തുടങ്ങണം, ഏത് രീതിയിൽ നമ്മൾ ഇത് എഴുതണം. അതേപോലെ തന്നെ എക്സാമിന് നമ്മൾ ഇപ്പോഴേ പഠനം തുടങ്ങണം. അപ്പോൾ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയവും അതുപോലെ തന്നെ പറ്റുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ആക്കുക. എന്നിട്ട് ഇപ്പോഴേ ഒന്ന് പഠിക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ നിങ്ങളിപ്പോ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ദിവസം എക്സാം കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ടേ ഉള്ളൂ, ഇന്ന് തന്നെ ഇപ്പൊ എക്സാമിന്റെ കാര്യമാണല്ലോ. അല്ല, നമ്മൾ നെക്സ്റ്റ് എക്സാമിന് ഇപ്പോഴേ പ്ലാൻ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് നെക്സ്റ്റ് എക്സാമിനെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നന്നായിട്ട് തന്നെ ഇപ്പോഴേ ഒരു പ്ലാനൊക്കെ റെഡിയാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ അത് മേ ബി ഒരു വീക്ക്ലി കവർ ചെയ്യേണ്ട പോർഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നിച്ചൊരു ഭാഗം പ്ലാൻ ചെയ്യാനല്ല പറയുന്നത്. അപ്പൊ ഞാൻ ഒരു വീക്കിൽ ഇത്രയും കവർ ചെയ്യും, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ ഇത്രയും ഭാഗമായിരിക്കും കവർ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതാക്കിയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ടും അതുപോലെ തന്നെ അസൈൻമെന്റുകളൊക്കെ എഴുതി തീർത്ത് കറക്റ്റ് ഡേറ്റിന് സബ്മിറ്റ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അപ്പൊ ഇതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇനി ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, അസൈൻമെന്റ് ആണെങ്കിലും എക്സാം ആണെങ്കിലും നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത് സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഈ പറഞ്ഞതുപോലെ ലാസ്റ്റ് മിനിറ്റ്സ് റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കറക്റ്റ് ആയിട്ട് നമ്മളൊരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒന്നിച്ച് ഇരുന്ന് പഠിക്കാതെ ചെറിയ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായിരിക്കും ഒന്നും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുക. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താണോ ആ സമയത്ത് നമുക്ക് ഏറ്റവും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത്, അതൊക്കെ നമുക്ക് മൈൻഡ് ഫ്രീ ആക്കാൻ നമുക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആക്കുക. അപ്പൊ നമുക്ക് ഒന്നും കൂടെ കൂടുതൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സസൈസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മ്യൂസിക് കേൾക്കാനാണോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വെറുതെ TV കാണാനാണോ, എന്താണോ നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നത് ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിലാക്സേഷൻ ഒക്കെ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അപ്പോഴാണ് നമുക്കൊരു സ്ട്രെസ് ഒക്കെ പോയിട്ട് നമുക്കൊരു ഉഷാറൊക്കെ വന്നിട്ട് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടും നിങ്ങൾ പഠനത്തിലും അതുപോലെ തന്നെ നിങ്ങൾ പഠനം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലേൺ വൈസിന്റെ ഒരു എക്കോ സിസ്റ്റം ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇപ്പൊ ലേൺ വൈസിൽ പഠിക്കുന്ന ലേണേഴ്സിന് ഇത് വളരെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. ഇനി പുതിയ ലേണേഴ്സ് ആണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലേൺ വൈസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് എന്ന്. ഓൾറെഡി നമുക്കറിയാം, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലൈവ് വീഡിയോ ലെക്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ എക്സാം പീഡിയ ഉണ്ട്. എക്സാം പീഡിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ലേണേഴ്സ് നമുക്ക് എക്സാം കഴിഞ്ഞ സമയത്ത്
അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ PYQ അനാലിസിസ് അവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഒരുപാട് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് അതിന്റെ ട്രെൻഡും പാറ്റേണും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ലേണേഴ്സിനെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു നമ്മുടെ ഈ PYQ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇഗ്നോ മോഡൽ എക്സാംസ്. അപ്പോൾ 2 മോഡൽ എക്സാംസ് നമ്മൾ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്കൊരു എക്സാം എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ഫ്രീ ആണ്, പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് എക്സാം എഴുതാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത് അതേ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മുടെ ലേണേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും ടഫുള്ള പേപ്പർ ഏതാണോ അത് നോക്കിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർക്ക് മെയിൻ ആയിട്ടും മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ആ എക്സാമിന്റെ ഒരു പേടിയെല്ലാം മാറി അവർക്ക് മെയിൻ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നും നമുക്ക് പല ലേണേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ 2 മോഡൽ എക്സാം 2 സീസണിലായിട്ട് നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക്, നമുക്ക് ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ രജിസ്ട്രേഷൻ ആണെങ്കിലും രജിസ്ട്രേഷന്റെ ആവശ്യത്തിനാണെങ്കിലും എക്സാം രജിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇനി പ്രോബ്ലം പേപ്പർ ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് വർക്ക് ബുക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ ആൻസർ ഫയൽസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നമുക്ക് ഒരു സൈക്കോളജിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അവരുടെ ഒരു സെക്ഷൻ നമുക്ക് അവൈലബിൾ ആക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററോടോ അല്ലെങ്കിൽ നിങ്ങളുടെ SSC-നോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്കത് റെഡിയാക്കി തരും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഫ്രീ ഒക്കെ ആവണം, അല്ലെങ്കിൽ നമുക്ക് തുറന്ന് ആരുടെയെങ്കിലും സംസാരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡറായിട്ട് കണക്ട് ചെയ്യാം, സെക്ഷൻ ബുക്ക് ചെയ്യാം, നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലേൺ വൈസിന്റെ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെഫറൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലേണർ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഓൾറെഡി നമ്മളൊരു ലേണർ ആണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്യാണ്, നമുക്ക് ആ ഫ്രണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ആ സമയത്ത് നമുക്കൊരു റിവാർഡ് കിട്ടും. ആ റിവാർഡ് എന്ന് പറയുന്നത്, ഈ റിവാർഡ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യും കൂടെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ റിവാർഡ് കിട്ടുന്നത്. അപ്പൊ ആ റിവാർഡ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 1000 രൂപയാണ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാളെ സജസ്റ്റ് ചെയ്തു, ആള് രജിസ്ട്രേഷൻ എടുത്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് 1000 രൂപ കിട്ടുന്നുണ്ടാവുക. അത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീല് റിഡക്ഷൻ ആക്കി എടുക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ത്രൂ വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര കൊടുത്തിട്ടാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ എമൗണ്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് തന്നെ അത് ഏൺ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ പറയുന്നത് നിങ്ങളെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു എക്സാം എഴുതി നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്, എങ്ങനെയാണ് എക്സാം, എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ പഠനം ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള
കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോരുത്തർക്ക് തന്നെ വന്നിട്ട് പറയാട്ടോ. ആരാണ് ആദ്യം വരുന്നത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്? ഹലോ. മേഡം, എന്റെ പേര് രജനിയാണ്. ഞാൻ തന്നെ വരാന്ന് വിചാരിച്ചു ആദ്യം എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. ഓക്കെ ഓക്കെ, വളരെ നല്ലത്. ഞാന് BBA എന്താ പറയാ മാർച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഫസ്റ്റ് സെം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഇങ്ങനെ ലേൺ വൈസ് ഇഗ്നോ കോഴ്സുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ്. അപ്പൊ ഞാൻ ഫേസ്ബുക്ക് വഴി കണ്ടപ്പോൾ ഞാൻ എൻക്വയറി ചെയ്തു. എൻക്വയറി ചെയ്തപ്പോൾ അവർ എനിക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. അപ്പോ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ശരി, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കണം ഒരു ഡിഗ്രി ചെയ്യണം എന്ന്. അപ്പോ എനിക്ക് ആണെങ്കിൽ പ്രാക്ടിക്കൽസ്, ഞാൻ സയൻസ് ബേസ് ആണ് ആക്ച്വലി. അപ്പോ ഇനി വീണ്ടും എനിക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ പോയി ചെയ്ത് പഠിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് പ്രാക്ടിക്കൽസ് ഇല്ലാത്ത നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നോക്കിയപ്പോ BBA ആയിരുന്നു കറക്റ്റ് ആയിട്ട് എനിക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സെമ്മ് കുറച്ചൊരു എന്താ പറയാ, ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ കുറച്ചൊരു ടഫ് പോലെ തോന്നി കോമേഴ്സ് ഫീൽഡ് ആയതുകൊണ്ട്. പക്ഷെ ലേൺ വൈസിന്റെ ക്ലാസ്സുകൾ കാരണം എനിക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് വീഡിയോസ് ആണെങ്കിലും ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണെങ്കിലും എല്ലാം നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ വളരെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്താലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തു. ഇപ്പോ സെക്കൻഡ് ഇയറിലും എക്സാം നന്നായി എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് സെമ്മിലും വളരെ നന്ദിയുണ്ട് ലേൺ വൈസ് ടീമിനോട് ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം തരുന്നതുകൊണ്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇഗ്നോയില് വെറുതെ ഇങ്ങനെ കോഴ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ പാസ്സാവാൻ കഴിയില്ല. അതെനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഒരിക്കൽ ഇഗ്നോയിൽ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഡിസ്കണ്ടിന്യൂ ആയി പോയതാണ്. അത് കാരണം എനിക്ക് ലേൺ വൈസ് തരുന്ന ഈ സപ്പോർട്ടിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാനിപ്പോ ഓൾറെഡി സെക്കൻഡ് ഇയറിന് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു ലേൺ വൈസ് ടീം. ഓക്കെ രജനി, താങ്ക് യു. വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ് വരുന്നത്? ഇതേപോലെ ആരെങ്കിലും ഇനിഷ്യേറ്റീവ്? ക്യാമറ ഒക്കെ ഓൺ ആക്കി റെഡി ആയി നിൽക്കുന്നുണ്ട്. അതെ, ഓൾറെഡി നമുക്ക് തേർഡ് സെം വരെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ലേണർ. ഓക്കെ. Good evening, ma'am. Thank you for giving this wonderful opportunity. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഡിസ്റ്റൻസിൽ ഡിഗ്രി ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ സെയിം അവർ പറഞ്ഞ പോലെ തന്നെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് വളരെ സപ്പോർട്ടീവാണ്. ദുർഗാ മാം ആയാലും എല്ലാ കോർഡിനേറ്റേഴ്സും വളരെ സപ്പോർട്ടാണ്. എന്ത് സ്പോട്ടിൽ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ട് നമുക്കത് തരുന്നുണ്ട്. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് അപ്പം തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് തരാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ ഡിസ്റ്റൻസിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമുക്ക് കുറേ വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് പ്രശ്നമുണ്ട്. ഞാൻ ആക്ച്വലി മലയാളി അല്ല. അപ്പൊ അതും കൂടി എല്ലാം കൂടി സപ്പോർട്ട് ചെയ്ത് ഇപ്പോ തേർഡ് സെമ്മിൽ ഞാൻ നിൽക്കുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ്? ബിസ്മി. ഹലോ, ഗുഡ് ഈവനിങ് മാം. ഞാനും ഇതുപോലെ അഡ്വർടൈസ്മെന്റ് എന്റെ ഹസ്ബൻഡ് കണ്ടിട്ടാ സജസ്റ്റ് ചെയ്തത്. ഡിഗ്രി ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഡിസ്റ്റൻസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഇത്. അപ്പം ഇതുപോലെ ഹസ്ബൻഡാ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് കണക്ട് ചെയ്ത് തന്നത്. ഫസ്റ്റ് സെമസ്റ്റർ എഴുതാൻ പറ്റിയായിരുന്നുള്ളൂ. സെക്കൻഡ് സെമ്മില് ഞാൻ ഹസ്ബൻഡ് എടുത്തോട്ട് അബ്രോഡ് വന്നുകൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഇതുപോലെ ക്ലാസ് ഒക്കെ ആയിരുന്നാലും ഡിസ്റ്റൻസ് എടുക്കുമ്പം ഡൗട്ടും കാര്യങ്ങളും ഒന്നും വേറെ ആടത്തും ചോദിക്കാനും അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഇതാകുമ്പം നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ്. ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിഗ്രി നല്ലോണം. 3 ഇയേഴ്സും നമ്മുടെ കൂടെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ ബിസ്മിക്ക്. അതെ. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? അഖില. ഓക്കെ. മാം, ഞാൻ ജോയിൻ ചെയ്തത് ഫെബ്രുവരിയിലാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. അപ്പം ബേബി ഉണ്ടായിരുന്നു ആ സമയത്ത്. അവൾക്ക് 6 മാസമായിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. അപ്പൊ വെറുതെ ഇരിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ വെറുതെ ഇരിക്കുമ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ കയറിയതാ.
ഫസ്റ്റ് സെമ്മിൽ എനിക്ക് 2 എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സെമ്മിൽ എനിക്കത് 6 എണ്ണം ഉണ്ടായിരുന്നു. സെക്കൻഡ് സെമ്മിൽ 4 എണ്ണം, ഫസ്റ്റ് സെമ്മിൽ 2 എണ്ണം കൂടിയിട്ടായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി. അപ്പം എക്സാമിന്റെ ഇടയിലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നായിരുന്നു. അപ്പൊ എക്സാമിനൊക്കെ ഒരുവിധം പ്രിപ്പയർ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ നമുക്ക് മെന്റലി ഭയങ്കര ഷോക്ക് ആയതുകൊണ്ട് എക്സാം എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മുടെ ലാൻഡ് വൈസിലെ വാൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് പിടിച്ചു നിന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതില്ലാതെ ഞാൻ വിട്ടുപോയേനെ. കാരണം റിവൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അതും ഫസ്റ്റ് മുതൽ നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ വാന് വെച്ചിട്ടാണ് കുറെയൊക്കെ കവർ ചെയ്യാൻ പറ്റിയത്. പിന്നെ PYQ അതുപോലെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാപ്പിൽ തന്നെ. അതൊക്കെ വെച്ചിട്ടാണ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്തത്. കുഴപ്പമുണ്ടായിരുന്നില്ല എക്സാംസ് ഒന്നും. പക്ഷെ ഇങ്ങനെ ഒരു മെന്റലി ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് വരുമ്പോഴും ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ പറ്റുമെന്ന് എന്റെ വിശ്വാസം. ഓക്കെ, എന്തായാലും അങ്ങനെ തന്നെ ഈസി ആവട്ടെ എക്സാംസ് ഒക്കെ. താങ്ക് യു. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ആരെങ്കിലും ഇതുപോലെ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ലേൺവൈസിനെ ജോയിൻ ചെയ്തേക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.